നമസ്കാരം ഗൈസ്, ദിസ് ഇസ് നിഷാന്ത് ഹിയർ ആൻഡ് വെൽക്കം ടു ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സാലറീസിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ആൻഡ് ഇറ്റ്സ് കോൾഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഞാനിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയാൻ കാരണം എന്താ അറിയാമോ? നിങ്ങളിപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, സിൻസ് യു ആർ എ സി എം എ സ്റ്റുഡൻറ്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടേംസ് ലൈക്ക് SIP, സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നൊക്കെ. അതെന്താ സംഗതി? ദേ ആർ വെന്യൂസ് വെയർ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം ആൻഡ് ഒരു ലോങ് പീരീഡിലേക്ക്, ഇപ്പോൾ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സാലറിയുടെ ഒരു ഭാഗം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ഒരു കുറേ കാലം നടക്കുന്നു. 5 ഇയേഴ്സ്, 10 ഇയേഴ്സ്, 15 ഇയേഴ്സ്, എത്ര നാളത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ റിട്ടയർ ചെയ്യുന്ന ഒരു ഏജ് എത്തുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആ ഫണ്ട് ക്ലോസ് ചെയ്ത് അതിൽ നിന്ന് കാശ് വേണമെന്ന് എടുക്കണമെന്ന് തോന്നുമ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിൽ കാശ് ഇട്ടിട്ട് മാസങ്ങളായി നമ്മളിട്ട കാശ് അതിൻ്റെ അകത്ത് കയറി ചെന്ന് ആ ഇട്ട കാശ് മുഴുവൻ പൈലപ്പ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് പലിശ കയറി നല്ലൊരു എമൗണ്ട് ആയിട്ട് അവിടെ ഉണ്ടാവും. യെസ് ഓർ നോ? അതേപോലെ വർഷങ്ങൾ മുമ്പ് നമ്മുടെ വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫണ്ടാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ട് എന്തിനായിരുന്നു? ഇറ്റ് വാസ് ടു പ്രൊമോട്ട് സേവിങ്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ടായിരുന്നു. ആരുടെ ഇടയിൽ? നമ്മുടെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഇടയിൽ, അതായത് എംപ്ലോയിഡ് സെക്ടറിൻ്റെ ഇടയിൽ. വർക്കിംഗ് പ്ലസ് എംപ്ലോയിഡ് സെക്ടറിൻ്റെ ഇടയിൽ ഇങ്ങനെയായിരുന്നു സിസ്റ്റം വർക്ക് ചെയ്തിരുന്നത്. നമുക്കൊരു വ്യക്തിക്ക്, സേ 1 person is working in a company ആൻഡ് ആ കമ്പനിയിൽ നിന്ന് അവർക്ക് സാലറി കിട്ടുന്നു. അത് കമ്പനി ആ പേഴ്സണോട് പറയും, എടാ ഐ എം ഗിവിങ് യു 1 lakh സാലറി, ഐ എം ഗിവിങ് യു 1 lakh a month. See, listen, there is this particular party called PF. ഞാൻ എനിക്ക് ഈ സാലറിയുടെ 1 lakh തരണതിന് പകരം ഐ വിൽ ഗിവ് യു ഒരു 90K, ഒരു 10K നിൻ്റെ പേരിൽ ഞാൻ PF ഇടാം. ദിസ് വിൽ കം ടു യു. ഇത് മൊത്തം നിനക്ക് കിട്ടും. ഓക്കെ, സോറി, അത് ഞാൻ എൻ്റെ ആളെ വരച്ചതാട്ടോ. ഡ്രോ ഇറ്റ് ബെറ്റർ. ഇടയ്ക്ക് ഈ പേന ഗ്ലിച്ച് വരും. യെസ്, ഓക്കെ. അപ്പോൾ 90K നിനക്ക് കിട്ടി, 10Kയിലേക്ക് പോയി. അപ്പോൾ ഞാനിത് നോക്കുമ്പോൾ ഞാനാണ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഐ എം ഹാപ്പി. എനിക്ക് 1 lakh കിട്ടുന്നു, 90 എൻ്റെ കയ്യിലുണ്ട്, 10,000 അവിടെ ഇൻവെസ്റ്റ് ആവുന്നു. എനിക്ക് 90,000 ഒക്കെ ധാരാളമാണ് ഒരു മാസം ജീവിച്ചു പോകാനായിട്ട്. ചിലപ്പോൾ 90,000 വേണ്ടി വരില്ല. ഈ 90,000 പല സംഖ്യകൾ ഞാൻ പലയിടത്തും പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം. സാർ ഇപ്പോൾ 10 എൻ്റെ പേരിൽ ഇടുന്നില്ലേ? ഒരു കാര്യം ചെയ്യൂ, സാർ ഇപ്പോൾ എനിക്ക് 90 തന്നില്ലേ, ഞാൻ ആ 90 വീണ്ടും മുറിക്കുകയാണേ. ആ 90ൽ ഒരു 80 മതി എനിക്ക്. ഒരു 10 ഞാൻ സാറിന് തരാം. സാർ എന്ത് ചെയ്യും? ആ 10ഉം ഈ 10ഉം കൂടെ രണ്ടും കൂടെ ചേർത്ത്, അതായത് ഈ 10ഉം ഒരുമിച്ചെടുത്ത് ആഡ് ചെയ്ത് എൻ്റെ പേരിൽ ഒരു 20K PFലേക്ക് എല്ലാ മാസം ഇട്ടോളൂ, എൻ്റെ ഓരോ മാസം സാലറിയിൽ നിന്ന്. അങ്ങനെ 5, 10, 15 എത്ര വർഷമാണ് ജോലി ചെയ്യണം, അത്രയും വർഷം ജോലി ചെയ്യുമ്പോൾ PFൽ നല്ലൊരു സംഖ്യ ആവില്ലേ? യെസ്, ആ സംഖ്യ ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എനിക്ക് എടുക്കാമല്ലോ, അല്ലേ? ഇതാണ് സംഗതി, ഇതാണ് PFൻ്റെ പ്രവർത്തനം. ഒരു എംപ്ലോയറും കൂടെ ഒരുമിച്ച്, ചിലപ്പോൾ എപ്പോഴും ഒരുമിച്ചാണെന്നില്ല, ചിലപ്പോൾ എംപ്ലോയർ ഒറ്റയ്ക്കായിരിക്കാം, ചിലപ്പോൾ എംപ്ലോയി ഒറ്റയ്ക്കായിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാതെ ഒരു ഫണ്ടിലേക്ക് കാശ് നിക്ഷേപിക്കുന്നു. ആ ഫണ്ട് വളർന്ന് നല്ലൊരു ലെവലെത്തുമ്പോഴത്തേക്കും നമുക്ക് റിട്ടയർ ചെയ്യുന്ന ഏജ് ആവുകയാണെങ്കിൽ, നമ്മൾ റിട്ടയർമെൻറ്റ് ടൈം എത്തുമ്പോഴേക്കും ഫണ്ട് നല്ലൊരു ലെവലെത്തുന്നു. നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഫണ്ട് എടുത്ത് നമ്മൾ ടാറ്റ ഗുഡ് ബൈ പറയുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു സംഖ്യ കിട്ടുന്നു. അപ്പോൾ ദർ ആർ മൾട്ടിപ്പിൾ ഫേസസ് ഹിയർ. ആ ഓരോരോ ഫേസസ് ഏതൊക്കെയാണെന്ന് പറയട്ടെ. ഒന്ന്, നമ്മൾ കാശ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, കോൺട്രിബ്യൂഷൻ ഫേസ്. ഇനി ഈ കാശ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ആ കോൺട്രിബ്യൂട്ട് ചെയ്ത കാശ് അതിൽ കിടക്കുന്നു, വളരുന്നു, വളർച്ചയുടെ ഫേസ്. വളരുമ്പോൾ എന്താ? ഇതിൽ നമ്മളിട്ട കാശ്, ആ കാശ് കോമ്പൗണ്ട് ചെയ്യുകയും അതിൽ പലിശ കയറുകയും, അതിൽ പലിശ നല്ലപോലെ കയറി വരുന്നു, കോമ്പൗണ്ടിങ് സംഭവിക്കുന്നു. അങ്ങനെ കാശ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിൽ ഇൻട്രസ്റ്റ് അക്രൂ ആവുന്നു. നമുക്ക് ആ ഇൻട്രസ്റ്റ് എടുക്കാൻ പറ്റില്ല, ഓരോ മാസം നമുക്ക് ഇൻട്രസ്റ്റ് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മളത് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഇൻട്രസ്റ്റ് കിട്ടുക. ആ ഇൻട്രസ്റ്റ് അക്രൂ ആയി നല്ലൊരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ റിട്ടയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഫണ്ടിൽ നിന്ന് നമ്മൾ കാശ് വിത്ത്ഡ്രോ ചെയ്യുന്നു, കാശ് എടുക്കുന്നു. പിന്നെ 3 ഫേസാണുള്ളത്. കോൺട്രിബ്യൂഷൻ ഫേസ്, അതിലേക്ക് ഇൻട്രസ്റ്റ് വരുന്ന ഫേസ്, കോമ്പൗണ്ടിങ് ഫേസ്, പിന്നെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പീരീഡ് അവസാനമാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കാശ് എടുക്കുന്ന ഫേസ്, വിഡ്രോവൽ ഫേസ്. ഓക്കെ, ഇൻകം ടാക്സ് പറയാൻ അറിയാമോ? ഈ കോൺട്രിബ്യൂഷനും ഈ ഇൻട്രസ്റ്റ് അക്രൂവലിനും ഈ പറഞ്ഞ വിഡ്രോവലിനും പ്രത്യേകതരം ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾ ഇൻകം ടാക്സിൽ പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് ഈ കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾ 80C എന്ന് പറയുന്ന സെക്ഷനിൽ ഡിഡക്ഷൻ തരാം. 80C എന്ന് പറയുന്ന സെക്ഷനിൽ ഡിഡക്ഷൻ തരാം. ഇനിയല്ല, നിങ്ങളുടെ പേരിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ അത് സാലറിയുടെ ഭാഗമായി കാണിക്കണം. കാരണം എംപ്ലോയിക്ക് വേണ്ടി എന്ത് കൊടുത്താൽ സാലറി അല്ലേ? അപ്പോൾ എനിക്ക് മൊത്തം 1 ലക്ഷം അല്ലേ തരുന്നത്, അല്ലാണ്ട് 90K മാത്രമല്ലല്ലോ. ഇതും എനിക്ക് വേണ്ടി തരുന്നല്ലേ, ഇതിനെ നമ്മൾ സാലറിയുടെ ഭാഗമായി കാണിക്കണം. ഇതിനെ എൻ്റെ ഡിഡക്ഷനായിട്ട് എനിക്ക് 80Cയിൽ എടുക്കാം.
ഇൻട്രസ്റ്റ് അക്രൂ ചെയ്യുന്ന എൻ്റെ ഇൻകം ആയിട്ട് കാണിക്കണം. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് എംപ്ലോയർ ഇട്ടതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും, ഞാൻ ഇട്ടതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അത് എൻ്റെ എംപ്ലോയർ ഇട്ട 10,000 പലിശ കയറും, ഞാൻ ഇട്ടി 10,000 പലിശ കയറും. അതിന് രണ്ടായി കാണണം, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ് ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ്. അതെല്ലാം കഴിഞ്ഞ് വിഡ്രോ ചെയ്യുമ്പോൾ, അവസാനം ഫണ്ടിൽ നിന്ന് കാശ് നമ്മൾ പുറത്തേക്ക് വലിക്കുമ്പോൾ നമ്മളിലേക്ക് ഒരു രൊക്കം എമൗണ്ട് വരികയല്ലേ, ഇത്രയും നാളിട്ട സംഖ്യയും അതിന് കയറി വന്ന പലിശയും കൂടെ ആയിട്ട്. അതിനും ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. പക്ഷേ രണ്ടാമതൊന്നൊരു കൺഫ്യൂഷൻ എന്നറിയോ, ഗവൺമെൻറ്റായിട്ട് തുടങ്ങിയൊരു സംരംഭമാണല്ലോ ഈ പി എഫ് എന്ന് പറഞ്ഞത്. പി എഫ് തന്നെ പല തരത്തിലുണ്ട്. എസ് പി എഫ്, ആർ പി എഫ്, പി പി എഫ് ആൻഡ് യു ആർ പി എഫ്. എസ് പി എഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, ആർ പി എഫ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പി പി എഫ് എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ഫിലിം അല്ല കേട്ടോ, വണ്ടികളിലൊക്കെ കുട്ടിക്കണം അതല്ല. ആൻഡ് യു ആർ പി എഫ് എന്ന് പറഞ്ഞാൽ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ യു ആർ പി എഫ് ആർ പി എഫിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഈ ഓരോ ഫണ്ട് മൂവിയുടെ അനുസരിച്ച്, അത് എസ് പി എഫ് ആയാലും ആർ പി എഫ് ആയാലും പി പി എഫ് ആയാലും യു ആർ പി എഫ് ആയാലും, ഓരോ ഫണ്ടിനും ഓരോ ഫേസിൽ ഓരോ ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പം എസ് പി എഫ് കോൺട്രിബ്യൂഷനിൽ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കില്ല ആർ പി എഫിൻ്റെ കോൺട്രിബ്യൂഷൻ ഫേസിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ്. പി പി എഫിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലെ ആയിരിക്കില്ല ആർ പി എഫിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ്. യു ആർ പി എഫിൻ്റെ വിഡ്രോവലിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലെ ആയിരിക്കില്ല എസ് പി എഫിൻ്റെ വിഡ്രോവൽ ടൈം ട്രീറ്റ്മെൻറ്റ്. നമുക്കത് ഓരോന്ന് എങ്ങനെയാണെന്ന് കാണാം. സോ നമ്മൾ ഈ 4 ഫണ്ടുകളെ ഈ 4 ടൈംസിൽ, ഈ 4 ഫേസുകളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇനി അടുത്ത് കാണാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ്, ഒരു ബേസിക് തിയറിയോടെ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് തുടങ്ങാം. പി എഫ് ഇസ് എ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സ്കീം പ്രൈമർലി ഡിസൈൻ ടു സെക്യൂർ ദ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ഓഫ് ഇൻഡിവിജ്വൽസ്. ആൾക്കാരുടെ ഭാവിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയൊരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സ്കീമാണിത്. Under the scheme, a fixed amount is contributed by the employee. Employee contribute ചെയ്യും. അത് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ എടുക്കാം, പൊതുവേ ATCയിൽ ഡിഡക്ഷൻ എടുക്കാം. ആൻഡ് ഇൻ മോസ്റ്റ് കേസസ് ഇറ്റ് ഇസ് മാച്ച്ഡ് ബൈ ദി എംപ്ലോയർ. മാച്ച്ഡ് ബൈ ദി എംപ്ലോയർ എന്ന് പറയുമ്പോൾ എംപ്ലോയി ഇടുന്നത് തന്നെ എംപ്ലോയർ ഇടും. അപ്പോൾ എംപ്ലോയി ഒരു 10,000 ഇടുന്നു, അപ്പോൾ എംപ്ലോയർ പറയും ഞാൻ 10,000 ഇടാം. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പൊതുവേ ഇപ്പോഴും മാച്ചിങ് ആയിട്ടായിരിക്കും പോകുന്നത്. നൗ ദീസ് കോൺട്രിബ്യൂഷൻസ് ആർ ഇൻവെസ്റ്റഡ് ഇൻ എ പ്രൊവിഡൻറ്റ് ഫണ്ട്. ഈ ഫണ്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. ഫണ്ടിൻ്റെ കയ്യിൽ നമ്മുടെ എല്ലാവരും ക്യാഷ് കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ SIPയിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ കാശ് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവരതുകൊണ്ട് മാർക്കറ്റിലിടുന്നു, മരുന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റിലിടുന്നു, പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് വളർച്ച കിട്ടുന്നു, അങ്ങനെയാണ് ഫണ്ട് വളരുന്നത്. അതേപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട്, നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഇടുന്ന ക്യാഷ് അവർ പലയിടത്തും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്ത് മെയിൻലി ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള കോർപ്പറേറ്റ് ബോണ്ട്സിലും പലരും അവരിടുന്നത്. അവർക്ക് റെഗുലറായിട്ട് ഗ്രോത്ത് കിട്ടുന്നു. അവയിലിപ്പോൾ നമ്മുടെ കൊണ്ട് കാശ് കൊണ്ടേക്ക് കൊടുക്കുന്നത് വലിയ കമ്പനികളിലോ അല്ലെങ്കിൽ എല്ലാ ഗവൺമെൻറ് പബ്ലിക് സെക്ടറിലോ കൊണ്ടിട്ടിട്ട് അതിൽ നിന്ന് ഗ്രോത്ത് എടുത്തിട്ട് ആ ഗ്രോത്തിൻ്റെ ശതമാനം നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ ഇട്ടിട്ട് കൊടുക്കുന്ന കാശ് അത് ഇൻട്രസ്റ്റ് ആയിട്ട് അക്രൂ ചെയ്ത് ഇങ്ങനെ വരും. ഇനി അപ്പോൺ റിട്ടയർമെൻറ്റ് ഓർ ടെർമിനേഷൻ, നമ്മുടെ ജോലി അവസാനിക്കുമ്പോൾ ദി അക്യൂമുലേറ്റഡ് ബാലൻസ്, അതിൽ കിടക്കുന്ന ബാലൻസ് അലോങ് വിത്ത് ദി ഇൻട്രസ്റ്റ് ഇസ് പെയ്ഡ് ഔട്ട് ടു ദി എംപ്ലോയിക്ക് കൊടുക്കുന്നു. പിന്നെ കീ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോൺട്രിബ്യൂഷൻ. ആരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ? എംപ്ലോയിയുടെയും എംപ്ലോയറിൻ്റെയും. ഞാൻ എംപ്ലോയിക്ക് പച്ചയും എംപ്ലോയറിന് പിങ്കാട്ടോ യൂസ് ചെയ്യണേ. ഇനി നമ്മളിട്ട കോൺട്രിബ്യൂഷൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് വരും, എംപ്ലോയർ ഇട്ടതിൻ്റെ ഇൻട്രസ്റ്റും കൂടാതെ എംപ്ലോയി ഇട്ടതിൻ്റെ ഇൻട്രസ്റ്റും. അതാണ് സെക്കൻഡ് ഫേസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് ആൻഡ് തേർഡ് ഫേസ് വിഡ്രോവൽ. വരച്ച് തെറ്റിപ്പോയി. ഇത് രണ്ടുമാണ് ഫസ്റ്റ് ഫേസ്, സോറി, ഇത് രണ്ടുമാണ് ഫസ്റ്റ് ഫേസ്, ഇത് രണ്ടുമാണ് സെക്കൻഡ് ഫേസ്. ആൻഡ് ഫൈനലി വിഡ്രോവൽ, കാശ് അവസാനം വലിക്കുമ്പോൾ. ഞാൻ പറഞ്ഞു, അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് 4 തരം PF ഉണ്ട് എന്നുള്ളത്. പഠിക്കണമെങ്കിൽ നമ്മൾ 4 തരം PF ആണ്, ഓരോന്നിനും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് വരിക. ഏതൊക്കെയാണ് നമ്മുടെ 4 തരം PF? SPF, RPF, PPF, URPF. SPF എന്ന് പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പൊതുവെ ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൽ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ്. റെയിൽവേസ്, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ്, അവർക്കൊക്കെ വേണ്ടിയിട്ട്. അത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസിന് വേണ്ടിയിട്ടാണ് SPF, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. അതേസമയം RPF ഗവൺമെൻറ് അല്ല, പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് കാശ് സേവ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടാണ് RPF. അത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് അംഗീകരിച്ചതാണ്. യെസ്. മൂന്നാമത് PPF. ഇത് ഗവൺമെൻറ്റിൻ്റെ സെറ്റപ്പ് ചെയ്താണ്, പക്ഷേ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. ഇത് രണ്ടും എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. PPF എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ലോയർ, ഒരു ഫിലിം ആക്ടർ, സ്വന്തം ബിസിനസ് നടത്തുന്ന ആൾ, ഒരു ഷോപ്പ് നടത്തുന്ന ആൾ, ഒരു ബിസിനസ് ഓണർ, അവർക്ക് PF ആണെന്ന് പറഞ്ഞാൽ അവർക്ക് കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, ആഗ്രഹം ഉണ്ടാവില്ലേ, അവർക്ക് കൊടുത്ത സാധനമാണ് PPF. ദിസ് ഈസ് ഫോർ ദ ജനറൽ പബ്ലിക്. എനിബഡി സാലറിഡ് ഓർ നോട്ട് ക്യാൻ യൂട്ടിലൈസ് ദ ബെനിഫിറ്റ് ഓഫ് സ്റ്റാർട്ടിങ് എ PPF.
യെസ്. ആൻഡ് ഫൈനലി URPF. URPF എന്ന് പറയുന്നത് RPFിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇത് എംപ്ലോയർ കൊടുക്കുന്നതാണ്, എംപ്ലോയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി തന്നെ ഉള്ളത്, ഇവർക്ക് വേണ്ടി തന്നെ ഉള്ളത്. പക്ഷേ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കണ്ട വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് CIT അംഗീകരിച്ചിട്ടില്ല. കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അംഗീകരിച്ചിട്ടില്ല. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്? നമ്മൾ ഓരോരോ ഫേസിലായിട്ട് കാണാൻ പോവാണേ. ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഓരോ PFനും കാണാൻ പോവാം. നമുക്ക് 1 by 1 നോക്കാം. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, എംപ്ലോയർ നമുക്ക് വേണ്ടി PFലേക്ക് കാശിടുമ്പോൾ, എംപ്ലോയർ നമുക്ക് ഇടുന്ന സാലറിയുടെ ഭാഗമാവേണ്ടതല്ലേ? സാലറിയുടെ ഭാഗമാവേണ്ടതാണ്. പക്ഷേ അത് ഒറ്റയടിക്ക് ആവുന്നില്ല. അതിലൊന്നിൽ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഇത് ആപ്ലിക്കബിൾ അല്ല. ഇവിടെ ആപ്ലിക്കബിൾ അല്ല. PPFന് എംപ്ലോയർ ഇല്ല. കാരണം സ്വന്തം ബിസിനസ് റൺ ചെയ്യുന്നവർ, പ്രാക്ടീസ് ചെയ്യുന്നവർ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവർ, അതായത് ആരുടെ അടിയിൽ എംപ്ലോയ്മെൻറ്റ് അഗ്രിമെൻറ്റിൽ ഇല്ലാത്തവർക്കല്ലേ PPF, എംപ്ലോയറുള്ളവർക്കല്ലല്ലോ ഇത്. അപ്പോൾ അവർക്ക് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇല്ല. ബാക്കിയുള്ളവർക്ക് എങ്ങനെ? SPFന് ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടി SPFലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്, ടാക്സേ ഇല്ല. ഇപ്പോൾ 1 ലക്ഷം രൂപ സാലറിയിൽ 10,000 രൂപ ഗവൺമെൻറ് അവർക്ക് വേണ്ടിയിട്ട് PFലേക്ക് കിട്ടും. നോക്കണ്ട, ടാക്സ് വരില്ല. 90,000 മാത്രം സാലറി ആയിട്ട് കാണിച്ചാൽ 10,000 കാണിക്കണ്ട. ഇനി RPF പ്രൈവറ്റിലുള്ളവർക്ക് വേണ്ടി കമ്പനി ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ് പറഞ്ഞത്. കമ്പനി ഇടുന്നത് നിങ്ങളുടെ സാലറിയുടെ 12% വരെയാണെങ്കിൽ ടാക്സ് വരില്ല. കമ്പനി ഇടുന്നത് നിങ്ങളുടെ സാലറിയുടെ 12% വരെയാണെങ്കിൽ, അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കമ്പനി ഇടുന്നത്, എൻ്റെ സാലറി എന്ന് പറയുന്നത് ബേസിക് പ്ലസ് DA പ്ലസ് FPS, ബേസിക് പ്ലസ് DA FPS പ്ലസ് പെർസെൻറ്റേജ് കമ്മീഷൻ. സോ എൻ്റെ ബേസിക് 90,000, എൻ്റെ DA FPS 10,000 പ്ലസ് എൻ്റെ പെർസെൻറ്റേജ് കമ്മീഷൻ, ഞാൻ റാൻഡം ഫിഗർ എടുക്കാം കേട്ടോ, 20. അങ്ങനെ 1.2 ലാഖാണ് എൻ്റെ മന്ത്ലി സാലറി. PFലേക്ക് എൻ്റെ കമ്പനി ഇടുന്നത് 1.2 ലാഖിൻ്റെ 10%. 10% ഇടുന്നു, എനിക്ക് ഈ 90% തരുന്നു. 10% രൂപ എത്രയായി? 12,000 രൂപ. യെസ് ഓർണോ? 1.2 ലാഖിൽ നിന്ന് 12,000 കുറച്ച് കഴിഞ്ഞാൽ 1,08,000 രൂപ എൻ്റെ കയ്യിലേക്ക് തരണം. 10% ഇട്ടത് PFലേക്ക് അല്ലേ? 10% PFലേക്ക് ഇട്ടത്. ഗവൺമെൻറ് എന്താ പറയുന്നത് അറിയാമോ? ഇൻകം ടാക്സ് എന്താ പറഞ്ഞത് അറിയാമോ? 12% വരെ ഇട്ടാൽ കുഴപ്പമില്ല. 12% വരെയുള്ള കോൺട്രിബ്യൂഷൻ ഞങ്ങൾ കണക്കാക്കില്ല, സാലറി ആയിട്ട് എടുക്കില്ല. ഇപ്പോൾ ഇവിടെ ആകെ ഇട്ട 10% അല്ലേ ഞങ്ങൾ സാലറി ആക്കണുള്ളതെന്ന് പറഞ്ഞു. നിശാന്തേ, നീ നിൻ്റെ സാലറി ഇത്രയും കാണിച്ചാൽ മതി, ഇത് കാണിക്കണ്ട. ഇറ്റ് ഇസ് എക്സെംപ്റ്റഡ്, ടാക്സിലേക്ക് കൊണ്ടുവരണ്ട. ഓക്കെ, പക്ഷെ അല്ല, 12 മുകളിൽ കാണിച്ചു. സേ എൻ്റെ സാലറി വരുന്നു 1 ലക്ഷം. എനിക്ക് 14% എൻ്റെ കമ്പനി PFലേക്ക് ഇട്ടത്, അത് 14,000 PFലേക്ക് ഇട്ടു. എനിക്ക് 86% 86,000 തന്നു. ഇത്രയും PFലേക്ക് ഇട്ടു. ആരിട്ടു? കമ്പനി ഇട്ടു, എംപ്ലോയർ ഇട്ടു. എന്താ ഇൻകം ടാക്സ് പറഞ്ഞേ? 12% വരെ ഇട്ടാൽ കുഴപ്പമില്ല എന്നല്ലേ? ഇവിടെ 14 ഇട്ടില്ലേ? അപ്പം എക്സ്ട്രാ എത്രയാട്ടെ? 2% അല്ലേ? 1 ലക്ഷത്തിൻ്റെ 2% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2,000 അല്ലേ? അപ്പോൾ ഈ PFലേക്ക് ഇട്ടതിൻ്റെ പേരിൽ ഒരു 2,000 രൂപ സാലറിയുടെ ഭാഗമായിട്ട് കാണിച്ച് 88,000 എന്ന് കാണിക്കണം. എന്താ ചെയ്തത്? 12% വരെ അലൗഡായിരുന്നു, അതായത് 12,000 വരെ അലൗഡായിരുന്നു. ഇവിടെ എത്ര ഇട്ടു? 14,000 ഇട്ടു. ഇട്ടത് കൂടിപ്പോയത് എത്രയുണ്ട്? 2,000. ഇതുവരെ എക്സെംപ്റ്റ്, ഇത് ടാക്സബിൾ. അപ്പോൾ ടാക്സബിളിൻ്റെ പോർഷൻ നേരെ കൊണ്ടുവന്ന് സാലറിയോട് ആഡ് ചെയ്തു. അത്രേ ഉള്ളൂ സംഗതി. അപ്പോൾ 12% കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സാലറിയുടെ ഭാഗമാക്കണം എന്നാണ് ഇൻകം ടാക്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റ് ഒന്നും കൂടെ നമുക്ക് വായിക്കാം. എക്സെംപ്റ്റഡ് അപ് ടു 12% ഓഫ് സാലറി. PPFന് ഇത് വരുന്നില്ല. കാരണം എന്താ? നമുക്ക് നന്നായിട്ട് അറിയാം PPFന് ഇത് വരുന്നില്ല. അത് ബിക്കോസ് ഇത് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കല്ല PPF. ആൻഡ് ഫൈനലി URPF. URPFിൻ്റെ കേസ് കണ്ടോ? എല്ലായിടത്തും നോ 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 നോ, എല്ലാ ഫേസിലും നോ. ആകെ 3rd ഫേസിൽ മാത്രമാണ് ടാക്സിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ URPF ടാക്സേ ഇല്ല. ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും URPFന് ഒരു ടാക്സിൻ്റെ ഇംപ്ലിക്കേഷനും ഇല്ല. ഇനി നമ്മളായിട്ടിടുന്ന ക്യാഷ്, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, പച്ചിലല്ലേ മാർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞത്, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അവൻ്റെ കയ്യിൽ കിട്ടുന്ന കാശ് സേവ് ചെയ്യാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യല്ലേ? അവന് വേണ്ടി സേവ് ചെയ്യുമ്പോൾ നിയമം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സേവിങ്സിന് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുന്ന കാശ് ഞങ്ങൾ 80C എന്ന് പറഞ്ഞ സെക്ഷന് ഡിഡക്ഷനായിട്ട് തരാം. അത് ഞങ്ങൾ തരുന്നു, അത് എവിടെ ഇട്ടാലും. ഇനിയിപ്പോൾ നിങ്ങളേക്കും PPFിൽ സാറ് എംപ്ലോയി ഇല്ലല്ലോ. PPF എംപ്ലോയി ഇല്ല, ഇവിടെ സെൽഫ് കോൺട്രിബ്യൂഷൻ നമുക്ക് തന്നെ വിളിക്കാം. ഞാൻ എനിക്ക് വേണ്ടി ഇടുന്നു. CMA നിശാന്ത് അയാളുടെ PFിലേക്ക് കാശിടുന്നു, PPFിലേക്ക് കാശിടുന്നു. പിന്നെ ഒരു ഹൈലൈറ്റ് എന്താ? ഓൾഡ് റെജീമിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് 115 BAC എടുക്കുന്നവർക്ക് ഇതില്ല. കാരണം എന്താ? 115 BACക്കാർക്ക് 80C എന്നുള്ള സെക്ഷൻ ഇല്ല. അങ്ങനെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. സെക്കൻഡ് ഫേസിലേക്ക് കിടക്കുക. സെക്കൻഡ് ഫേസിൽ എന്താ പറയുന്നത്?
ഇൻട്രസ്റ്റ് അക്രൂഡ് ഇതെന്തായാലും ഭയങ്കര ബ്ലാക്ക് ഓൺ ഗ്രേ ഒരു സ്കൂലാണ്. ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് വൈറ്റ് പെൻ അവിടെ വൈറ്റ് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആൻഡ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഫസ്റ്റ് നോക്കാം. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഇപ്പം ഞാൻ ഇട്ടതിൻ്റെ പേരിൽ എനിക്ക് പലിശ കയറി. സോറി, എംപ്ലോയറിൻ്റെ നോക്കാം. സോറി കേട്ടോ, ആദ്യം ഒന്നല്ല, എനിക്ക് വേണ്ടി കമ്പനി ഇട്ടതിൻ്റെ പലിശ നോക്കാം. എംപ്ലോയർ ഇട്ടതിൻ്റെ പേരിലേക്ക് പലിശ കയറി. എസ് പി എഫിലേക്ക് എംപ്ലോയർ ഇടുന്നത് തന്നെ ടാക്സ് ഫ്രീയാണ്. അപ്പോൾ എൻ്റെ പലിശ ടാക്സ് ഫ്രീ. അപ്പോൾ എസ് പി എഫിൽ എംപ്ലോയർ ഇട്ട് കഴിഞ്ഞാൽ എംപ്ലോയർ ഇടുന്നതും ടാക്സ് ഫ്രീ, എംപ്ലോയർ ഇടുന്നതിൻ്റെ പലിശയും ടാക്സ് ഫ്രീ. അപ്പോൾ രണ്ടും എപ്പോഴും ഓർക്കാം കേട്ടോ. എസ് പി എഫിൽ എംപ്ലോയർ ഇടുന്നതും ടാക്സ് ഫ്രീ, അതിൻ്റെ മുകളിൽ വരുന്ന പലിശയും ടാക്സ് ഫ്രീ. ഓക്കെ. ഇനി ആർ പി എഫിലാണെങ്കിലോ എംപ്ലോയർ ഇടുന്നത് 12% മുകളിൽ പോയ ടാക്സ് വരും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എംപ്ലോയർ ഇടുന്നതിന് ഇൻട്രസ്റ്റ് 9.5% മുകളിൽ പോയാൽ 9% മുകളിൽ പോയ ടാക്സ് വരും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ആർ പി എഫിൽ എംപ്ലോയർ ഇട്ടേക്കണത് ഞാൻ ഇട്ടേക്കണതാണ് ഈ കാണിക്കാൻ പോണേ കേട്ടോ. എംപ്ലോയർ ഇട്ടേക്കണ മൊത്തം ഫണ്ട് 1,00,000 രൂപയുണ്ട്. ഞാൻ ഇട്ടേക്കണതും 1,00,000 രൂപയുണ്ട്. ഇതിന് രണ്ടിനും കൂടെ 10% ഇപ്രാവശ്യം പലിശ കയറിയേക്കണേ. 10,000 രൂപ പലിശ കയറി. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ 9.5% വരെ പലിശ ടാക്സബിൾ അല്ലാന്ന്. അതായത് 9,500 വരെ പലിശ ഇല്ലാന്ന്, ടാക്സബിൾ അല്ലാന്ന്. ബാക്കി എത്ര ഇവിടെ ഒരു 500 ഇല്ലേ, ഇത് ടാക്സബിൾ, ഇത് എക്സംപ്റ്റഡ്, ഇത് ടാക്സബിൾ. ഇതേപോലെയാണ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. 9,500 വരെ എക്സംപ്റ്റഡ്, അതിൻ്റെ മുകളിൽ പോയേക്കണത് ടാക്സബിൾ. യെസ്. ഇപ്പം എത്രയാണോ ഇട്ടത് അത് 9.5% വരെയാണെങ്കിൽ ടാക്സ് ഇല്ല. 9% മുകളിൽ പോയാൽ ആ മുകളിൽ പോയത് മാത്രം ടാക്സബിൾ. അത് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ എംപ്ലോയിയുടെയും കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ, രണ്ട് സ്ഥലത്ത് സെയിമാണ്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് പറഞ്ഞു കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനാണ് അല്ലേ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അത് തന്നെ. ഇനി പി പി എഫിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഇല്ല. അത് കാരണം എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന് ഇതും ഇല്ല, ഇൻട്രസ്റ്റും ഇല്ല. യു ആർ പി എഫിന് ഫസ്റ്റ് 2 ഫേസ് നമ്മൾ ഇല്ലാതെ നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഇനി എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ വരികയാണെങ്കിലോ, എംപ്ലോയിയുടെ എസ് പി എഫിൽ എന്താ പറഞ്ഞേ, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഡിഡക്ഷൻ എടുക്കാം. ആർ പി എഫിൽ അത് തന്നെ പറഞ്ഞു, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഡിഡക്ഷൻ എടുക്കാം. യെസ്. അപ്പോൾ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്തതിന് ഇൻട്രസ്റ്റ് എങ്ങനെ വരും? പൊതുവേ എക്സംപ്റ്റ് ആണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 9.5% വരെ എക്സംപ്റ്റ് ആണ്. സെയിം റൂളാണ് ഇവിടെ 2 സ്ഥലത്ത് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ 2 സ്ഥലത്തും ഒരു ടേബിളിൽ നിന്ന് ഇട്ടേക്കണുണ്ടോ, പൊതുവേ എക്സംപ്റ്റ് ആണ്. ബട്ട് ടേബിളിൽ പറയുന്നത് ഒന്ന് നോക്കണം. ടേബിൾ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് അക്രൂഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഷാൽ നോട്ട് ബി എക്സംപ്റ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഇറ്റ് റിലേറ്റ്സ് ടു ദ ഫോളോയിങ് എമൗണ്ട്. ഇത് താഴെ പറയുന്ന എമൗണ്ട് പ്രകാരമാണെങ്കിൽ ഇൻട്രസ്റ്റ് ടാക്സബിൾ ആകും. പൊതുവേ എക്സംപ്റ്റഡ് ആണ്, ഇവിടെ 9.5 വരെ എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ഈ താഴെ പറയുന്ന ടേബിൾ പ്രകാരമാണെങ്കിൽ അത് ടാക്സബിൾ ആകുമെന്നാണ് പറഞ്ഞത്. എന്താണ് അവിടെ പറഞ്ഞത്? എന്താണ് താഴെ പറഞ്ഞ ടേബിളിലുള്ളത്? താഴെ പറഞ്ഞ ടേബിൾ ഇങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ കേസിൽ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ കോൺട്രിബ്യൂഷൻ രണ്ടുപേരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ, അത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഒരു കൊല്ലം 2.5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ എക്സെപ്റ്റാ. പക്ഷെ 2.5 ലക്ഷത്തിന് മുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതായത് ഞാൻ കഴിഞ്ഞ കൊല്ലം എനിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ 3 ലക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്തു. 2.5 ലക്ഷം വരെ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് വന്ന ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീയാ. പക്ഷേ 50,000 വന്ന ഇൻട്രസ്റ്റ് ഇല്ലേ, അത് ടാക്സബിൾ ആവും. 50,000 വന്ന ഇൻട്രസ്റ്റ് 2.5 ലക്ഷം വരെ ഒരു വർഷം ഇട്ട കോൺട്രിബ്യൂഷന്, 2.5 ലക്ഷം വരെ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തതിന് ഇൻട്രസ്റ്റ് വന്നതും ടാക്സ് ഇല്ല. അപ്പം എൻ്റെ കോൺട്രിബ്യൂഷനും ടാക്സ് ഇല്ല, അത് എക്സെപ്റ്റഡ് ആണ്, ഡിഡക്ഷൻ കിട്ടും. ഇനി ഞാനിട്ട കോൺട്രിബ്യൂഷന് ഇൻട്രസ്റ്റും എക്സെപ്റ്റഡ് ആണ്. പക്ഷേ ഞാൻ വളരെ ധനികനാണ്. ഒരു വർഷം 3 ലക്ഷം ഇടണേ. ഒരു വർഷം 3 ലക്ഷം ഇടാന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ മാസം എത്ര വെച്ച് ഇടുന്നത്? 25,000 വെച്ച് മാസം ഇടണം. മാസം 25,000 രൂപ പി എഫിലേക്കൊക്കെ ഇടാൻ പറ്റണമെന്ന് പറഞ്ഞാൽ എന്ത് റിച്ചാണ്. യെസ് ഓർണോ? അപ്പോൾ അത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്ക് ആ റിച്ച്നെസ്സിൻ്റെ പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റും ടാക്സബിളാണ്. റിച്ച്നെസ് എങ്ങനെ മനസ്സിലാക്കുക? 2.5 ലക്ഷത്തിന് മുകളിൽ ഇട്ടേക്കുന്ന കോൺട്രിബ്യൂഷൻ. പിന്നെ 3 ലക്ഷം ഇടണമെങ്കിൽ 2.5 മാറ്റുക, ബാക്കി എത്രയുണ്ട്? 50,000. ഈ 50,000ത്തിൻ്റെ ഇൻട്രസ്റ്റ് ടാക്സബിൾ ആവും. അതും ഇവിടെ തന്നെ. അതേ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുക. സിമ്പിൾ കേസ്. ഓക്കെ. ഇനി പി പി എഫിന് ഞാനിടുന്നത് ഡിഡക്ഷൻ എടുക്കാം. എൻ്റെ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് ഫുള്ളി എക്സെപ്റ്റ് ആണ്.
URPFിൻ്റെ ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് അവിടെ ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഫേസും തീർത്തു, സെക്കൻഡ് ഫേസും തീർത്തു. ഫസ്റ്റ് ഫേസും തീർത്തു, സെക്കൻഡ് ഫേസും തീർത്തു. ഒന്ന് ക്വിക്ക്ലി സമ്മറൈസ് ചെയ്യാം നമുക്ക് ഈ രണ്ട് ഫേസുകൾ എന്താ നമ്മൾ പഠിച്ചതെന്നുള്ളത്. RPF ഉണ്ട്, സോറി ആദ്യം SPF അല്ലേ, SPF, RPF, PPF, URPF. ആദ്യത്തെ ഫേസ്, ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് നടക്കണേ? നമ്മൾ നമുക്ക് വേണ്ടി ഇടുന്നു, നമ്മുടെ കമ്പനിയും ഇടുന്നു. എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. SPFിൽ എക്സെപ്റ്റ്, RPFിൽ 12% വരെ എക്സെപ്റ്റ്, PPFിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ വരുന്നില്ല. ഇവിടെ നോക്കണ്ട, ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്, ഫോർത്ത് ഫേസ് ഇവിടെ ഇല്ല. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 80Cയിൽ ഡിഡക്ഷൻ, 80Cയിൽ ഡിഡക്ഷൻ, 80Cയിൽ ഡിഡക്ഷൻ. ഇനി സെക്കൻഡ് ഫേസ് ഇൻട്രസ്റ്റ് അക്രൂഡ്. അത് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ വന്നതാവാം, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ വന്നതാവാം. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ് 9.5% വരെ എക്സെപ്റ്റ് ആപ്ലിക്കബിൾ അല്ലാത്ത കാരണം. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനോ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എക്സെപ്റ്റ്, പക്ഷേ പണക്കാർക്ക് ടാക്സബിൾ, അത് അപ് ടു 2.5 lakh കോൺട്രിബ്യൂഷൻ പെർ ആനം. ഇവിടെ അത് തന്നെ പറഞ്ഞു 9.5%, പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ 2.5 lakhൻ്റെ കേസും കൂടെ നോക്കണം വർഷത്തേക്കുള്ളത്. ഇവിടെ ഫുള്ളി എക്സെപ്റ്റ്. ഇനി മൂന്നാമത്തെ ഫേസ് വിത്ത്ഡ്രോവൽ. എല്ലാം കഴിഞ്ഞ് നമ്മളതിന് കാശ് എടുക്കാൻ പോകുമ്പോൾ ഫുള്ളി എക്സെപ്റ്റ്. ഈ രണ്ട് സ്ഥലത്ത് ഫുള്ളി എക്സെപ്റ്റ്. RPFിൽ എക്സെപ്റ്റ് ആണ്, പക്ഷെ എക്സെപ്റ്റ് ആണെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണ്. എന്താണ് കണ്ടീഷൻസ്? ആ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ മാത്രമേ RPF എക്സെപ്റ്റ് ആവുള്ളൂ. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഒന്ന്, എംപ്ലോയി മിനിമം 5 വർഷം കണ്ടിന്യൂസ് ആയി ജോലി ചെയ്തിട്ടായിരിക്കണം റിട്ടയർ ചെയ്യേണ്ടത്. ഇനിയല്ല 5 വർഷം ഇല്ല, 5 വർഷത്തിനുള്ളിൽ റിട്ടയർ ചെയ്തു, അങ്ങനെയെങ്കിൽ കുഴപ്പമില്ല, വേറൊരു ജോലിയിലേക്ക് നിങ്ങൾ മാറുന്നു. ആ മാറിയ സ്ഥലത്തേക്ക് നിങ്ങളുടെ പഴയ PF ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പം ഞാൻ ABC കമ്പനിയിൽ വർക്ക് ചെയ്യുക, 3 വർഷം വർക്ക് ചെയ്തു. ഞാൻ ABCന്ന് XYZ കമ്പനിയിലേക്ക് മാറുക. അപ്പം 3 വർഷത്തിനുള്ളിൽ കണ്ടിന്യൂസ് സർവീസ് തെറ്റിക്കല്ലേ. അപ്പോൾ RPFിലേക്ക് ഇത്രയും നാൾ ഇട്ടൊരു കാശുണ്ട്, അതിൻ്റെ കയ്യിലേക്ക് വരും, അത് ടാക്സബിൾ ആവും. ടാക്സബിൾ ആവാണ്ടിരിക്കണമെങ്കിൽ ഞാൻ RPFിലെ കമ്പനിയുടെ മാനേജറോട് പറഞ്ഞു, സാറേ എൻ്റെ ആ PF പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. എൻ്റെ PF നേരെ XYZ കമ്പനിയിലേക്ക് മാറും. അതായത് ഓൾഡ് PF പുതിയ PF കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 5 വർഷം കണ്ടിന്യൂസ് തെറ്റിക്കഴിഞ്ഞാൽ. ഇനി ചിലപ്പോൾ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട്, അതായത് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാരണം കൊണ്ട് നമ്മൾ 5 വർഷത്തിനുള്ളിൽ ജോലി ചെയ്ത് ടെർമിനേറ്റ് ചെയ്യുകയോ റിട്ടയർ ചെയ്യേണ്ടി വന്നു. കാരണം എന്താ? നമ്മുടെ ആരോഗ്യം പോയി, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി പൂട്ടിപ്പോയി, നമ്മുടെ കയ്യിലല്ലാത്ത എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് കമ്പനിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ RPF ടാക്സബിൾ ആവില്ല. യെസ്. ഇനി അതുമല്ല, വേറൊരു അവസാന മാർഗം. ഞാൻ ഇറങ്ങി 3 വർഷം ജോലി ചെയ്തിട്ട് ഇറങ്ങി, പുതിയ കമ്പനിയിലേക്കും പോണില്ല, എന്നെനിക്ക് ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്, എൻ്റെ കമ്പനി പൂട്ടിപ്പോയതുമല്ല. ടാക്സബിൾ ആവാണ്ടിരിക്കണമെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് ഫണ്ട് NPS എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്, നാഷണൽ പെൻഷൻ സ്കീം, ഗവൺമെൻറ്റിൻ്റെ ആ ഫണ്ടിലേക്ക് ഞാൻ മാറ്റി. അല്ലാത്ത പക്ഷം എന്തെങ്കിലും എമൗണ്ട് അതിൽ കിടക്കണുണ്ടോ, ഫുള്ളി ടാക്സബിൾ ആവും. ഒരു ചാർട്ട് ഉണ്ട്, ആ ചാർട്ട് നമുക്ക് എളുപ്പം പഠിക്കാം. 5 വർഷം ജോലി ചെയ്തിട്ടാണ് എംപ്ലോയർ ഇറങ്ങണേ, അതെ, അങ്ങനെയെങ്കിൽ എക്സെപ്റ്റാ. ഇനി 5 വർഷം അല്ലേ, 5 വർഷം അല്ലെങ്കിൽ നോക്കുക എന്തുകൊണ്ട് 5 വർഷം അല്ലാണ്ടായത്. ആരോഗ്യം, കമ്പനി പൂട്ടിപ്പോന്നു, അയാളുടെ കയ്യിലല്ലാത്ത എന്തെങ്കിലും കാരണം, അങ്ങനെയാണെങ്കിൽ എക്സെപ്റ്റാ. എന്നാൽ അതുമല്ലേ, അയാളുടെ കാരണം ഇങ്ങനത്തെ കാരണങ്ങളൊന്നുമല്ല, എന്നാൽ നോക്കട്ടെ എന്താ, ഈ കിട്ടിയേക്കണ ഫണ്ട് പുതിയ കമ്പനിയുടെ PFിലേക്ക് മാറ്റിയോ, ന്യൂ PFിലേക്ക് മാറ്റിയോ, ഇനി പുതിയ കമ്പനിയിലേക്ക് പോകുന്നില്ല, എന്നാൽ NPSിലേക്ക് മാറ്റിയോ, NPSിലേക്ക് മാറ്റിയാലും ടാക്സ് വരില്ല, പുതിയ കമ്പനിയിലേക്ക് മാറ്റിയാലും ടാക്സ് വരില്ല. എന്നീ 2 സ്ഥലത്തേക്ക് മാറ്റിയില്ലേ, എന്നാൽ ടാക്സബിൾ ആകും. സിമ്പിൾ കേസല്ലേ. അങ്ങനെ SPFിൻ്റെയും PPFിൻ്റെയും RPFിൻ്റെയും ഫൈനൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു, വിഡ്രോവലിൻ്റെ ട്രീറ്റ്മെൻറ്റ്. SPF ഫുള്ളി എക്സെപ്റ്റ്, PPF ഫുള്ളി എക്സെപ്റ്റ്, ഇതും എക്സെപ്റ്റ്, കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ. URPFിന് എങ്ങനെയാണ്? ഇവിടെ ടാക്സ് വരും, കാരണം ഇവന് ഇത്രയും നാൾ വിട്ടുകൊടുത്തു, അവസാനം എടുക്കില്ലേ, അപ്പം ടാക്സ് വരും. എങ്ങനെ ടാക്സ് വരും? സിമ്പിൾ. എങ്ങനെ ടാക്സ് വരും? 2 ഫേസല്ല അവൻ തെറ്റിച്ചേ. കോൺട്രിബ്യൂഷൻ്റെ ഫേസും ഉണ്ടായി, ഇൻട്രസ്റ്റിൻ്റെ ഫേസും ഉണ്ടായി. കോൺട്രിബ്യൂഷൻ്റെ ഫേസ് ഇപ്പം ഞാൻ ഇട്ടിട്ട് വലിയൊരു സംഖ്യ URPF കിടക്കുക കേട്ടോ. റിട്ടയർ ചെയ്യുമ്പോൾ അത് എടുക്കുക. റിട്ടയർ ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ എന്തൊക്കെ എനിക്ക് കിട്ടണേ? ഞാനിട്ടത്, എൻ്റെ കമ്പനി ഇട്ടത്, ഞാനിട്ട് എൻ്റെ പുറത്ത് കയറിയ പലിശ, കമ്പനി ഇട്ട് എൻ്റെ പുറത്ത് കയറിയ പലിശ, ഞാനിട്ടത് ഫുള്ളി എക്സെപ്റ്റാണ് എനിക്ക് കിട്ടുമ്പോൾ.
എന്നാൽ കമ്പനി ഇട്ടത് എനിക്ക് കിട്ടുമ്പോഴോ ഫുൾ സാലറി പോയി ടാക്സബിൾ ആവും. ഞാൻ ഇട്ടതിൻ്റെ പുറത്ത് പലിശ കയറിയോ അത് IFOS എന്നുള്ള ഹെഡിൽ ടാക്സബിൾ ആവും. എവിടെ? IFOS എന്നുള്ള ഹെഡിൽ. കമ്പനി ഇട്ടതിൻ്റെ പുറത്ത് പലിശ കയറിയോ അതും സാലറി തന്നെ ടാക്സബിൾ ആവും. കമ്പനി ഇട്ടതിൻ്റെ പുറത്തുള്ള പലിശ സാലറിയിൽ ടാക്സബിൾ ആവും. അപ്പോൾ ഒന്ന് പറഞ്ഞുതരാം, ഒന്നുകൊണ്ട് ഇട്ട് നമുക്ക് ചാർട്ടായിട്ട് വരയ്ക്കാം. URPF എങ്ങനെയാണ് വരിക? ഇതിനെ 4 ആക്കി മുറിക്കാൻ പോവാണേ. 4 അല്ല, അത് 2 ആക്കി മുറിക്കാൻ പോവാണ്. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്. ഫസ്റ്റ് ഫേസ് എന്താ? കോൺട്രിബ്യൂഷൻ. നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, എംപ്ലോയറിൻ്റെയും എംപ്ലോയിയുടെയും. അവസാനം ഫണ്ട് വലിക്കണ നേരം എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ വലിക്കുമ്പോൾ അത് സാലറിയിൽ ടാക്സബിൾ ആവും. നമ്മളിട്ടതോ എക്സെപ്റ്റ്. ഇനി ഇൻട്രസ്റ്റ്, സെക്കൻഡ് ഫേസ് ഇൻട്രസ്റ്റ് ആണ്. അതിൽ നിന്നാണ് നമ്മൾ ഒഴിവാക്കി കൊടുത്തത്. ഈ 2 ഫേസിൽ ഒഴിവാക്കി കൊടുത്തത്. ഇൻട്രസ്റ്റ് എംപ്ലോയർ ഇട്ടതിൻ്റെ പുറത്തുള്ളത് ഉണ്ടാകും, നമ്മൾ ഇട്ടതിൻ്റെ പുറത്തുള്ളത് ഉണ്ടാകും. എംപ്ലോയർ ഇട്ടതിൻ്റെ പുറത്ത് വന്നേക്കുന്ന ഇൻട്രസ്റ്റ് അത് സാലറിയിൽ വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സാലറിയിൽ വരും. സെക്ഷൻ 15. ഇനി നമ്മൾ ഇട്ടതിൻ്റെ പുറത്തുള്ള പലിശയോ? നമുക്ക് പലിശ കിട്ടി, അത് സാലറി ഇൻകല്ല, നമ്മൾ ഇട്ടതിൻ്റെ പേരില്ല, എംപ്ലോയർ ഇട്ടതിൻ്റെ പേരിലല്ല. ഇൻകാണ് ടാക്സ് ചെയ്യണം. ഏത് ഹെഡ്? ഇപ്പം അവസാനത്തെ ഹെഡ് IFOS സെക്ഷൻ 56. അതിലുള്ള പറയണേ നോക്കിയേ. എന്താ? യെസ്. ഈ ടേബിൾ ഒന്നും കൂടെ നോക്കുക. ഇതാണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ ആയിട്ട് കണ്ടു എൻറ്റയർ ടേബിൾ. ഈ ടേബിൾ നിങ്ങളൊന്ന് സ്വയം വരയ്ക്കാൻ നോക്കുക. വരയ്ക്കുമ്പോൾ എപ്പോഴും ഓർക്കുക 4 PFകൾ. ഓക്കെ, 4 PFകൾ, 3 ഫേസ്. ഫസ്റ്റ് ഫേസ് കോൺട്രിബ്യൂഷൻ, സെക്കൻഡ് ഫേസ് ഇൻട്രസ്റ്റ് അക്രൂഡ്, തേർഡ് ഫേസ് ലംസം വിഡ്രോവൽ. ഈ 3 ഫേസും കൂടെ വയ്ക്കുക. ഈ 3 ഫേസും കൂടെ വെച്ച് 4 PFനെ അനലൈസ് ചെയ്യുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2024 ഡിസംബറിൻ്റെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇത് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ആ ക്വസ്റ്റ്യൻ കൂടെ ചെക്ക് ചെയ്യുക. അത് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറ്റുന്ന ക്വസ്റ്റ്യൻ സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഓപ്പൺ ചെയ്യുക, ക്വസ്റ്റ്യൻ കാണും, നിങ്ങൾ സ്വയം ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ ചെയ്യണ ആൻസർ നോക്കുക. ഈ ഒരൊറ്റ ടേബിൾ വെച്ചാൽ എൻറ്റയർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത്രയും പറഞ്ഞുകൊണ്ട് ഈ PFൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഫ് ഇറ്റ് ഓൾ യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. ദിസ് ഇസ് നിഷാന്ത് രഘുനാഥ് സൈനിങ് ഓഫ്. ടാറ്റ, ടേക്ക് കെയർ, മച്ച് ലവ് ടു ഓൾ ഓഫ് യു. ബൈ.